സന്തോഷമുള്ള കരമൊരുക്കാൻ സ്വന്തം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആരത്തെ കുറിച്ച് കേട്ട് സമയം പോകുന്നില്ല. അവിടെ വിശപ്പ് കൂടിയെന്ന് വിചാരിക്കുന്നു. എങ്കിലും വചനം പറയാതിരിക്കുന്നതിൽ മനോഹരമായ ദൂതുകളാവും ഇതിനകത്തോട് വന്നേ. ഡോക്ടറുടെ ചെറിയ സാക്ഷ്യമാണെങ്കിൽ പോലും അവൻ എന്ത് മർമ്മങ്ങളാ കർത്താവ് വെളിപ്പെടുത്തി. അവൻ ചിന്തിക്കാതെ തന്നെ അയവർക്കാൻ പോയാൽ എനിക്ക് പറയാനുള്ള പലരും പറയാൻ പറ്റാൻ പോകും. പക്ഷേ അല്ല, ഒത്തിരി ആയാലും അധികമായി അവർക്ക് വിശ്വാസം പറയും. പക്ഷെ ഈ വചനം എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ ഹൃദയ രാജാവുണ്ടെന്ന് പറഞ്ഞ പോലെ വന്നു നിൽക്കുമ്പോൾ വചനം ഓരോ മാസത്തെ ചിന്തയിലും എവിടെ തൂതം ഒഴുകുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ വചനമാണ്. ഇന്ന് ഞാൻ ആമോസിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ അങ്ങോട്ട് പോകുന്നില്ല. അവൻ ആമോസ് 5:11, 12 പിന്നെ അതിൽ നിന്ന് യോഹന്നാനിലോട്ട് പോയിട്ട് 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ പോയി ചില കാര്യങ്ങൾ ഇല്ല, സമയമില്ല. അപ്പൊ ചെന്നാൽ പെട്ടെന്ന് നമുക്കൊരു വാക്യം വായിക്കാം. ഒന്നും കാര്യം ആൻഡി പറഞ്ഞ അവൻ വലിയ മർമ്മമാണ്. ഞാൻ ഏറ്റുപറയുമ്പോൾ, നിന്റെ അവസ്ഥ ഏറ്റുപറയുമ്പോൾ ദൈവം നിന്നെ എന്താക്കും? ഒന്ന് അമേൻ ആകാനെ എന്ത് ചെയ്തു? അനുഗ്രഹിക്കുക മാത്രമല്ല, അവളെ യഥാസ്ഥാനം മടക്കി താഴ്മയിലിരിക്കാൻ അവളെ എന്ത് ചെയ്തു? പഠിപ്പിച്ചു, അല്ലേ? അതുകൊണ്ടൊരു അമേൻ ഇഷ്മയിൽ പറന്നു അനുഗ്രഹം ഉണ്ടായി. നമുക്ക് ഇന്ന് ഭൂമിയിൽ അത് പ്രശ്നമാണെങ്കിൽ പോലും അമേൻ അവൾ അനുഗ്രഹം പ്രാപിപ്പാൻ അവരുടെ സന്തതിയെ കാണാൻ കർത്താവിടയാക്കി, അല്ലേ? നീ അടുത്തത് അമേൻ സ്വന്തം ചെയ്യുന്ന ഒരു യാക്കോബ് അമേൻ തുറന്ന് സമ്മതിച്ചപ്പോൾ ദൈവം അവന്റെ പേര് എന്ത് ചെയ്തു? മാറ്റി. എന്റെ ദൈവം നിന്നെ കള്ളനായിട്ടോ ദുഷ്ടനായിട്ടോ ലോകം നിന്റെ അപ്പനമ്മ ഇട്ട പേരായിരിക്കും. പേരും അഡ്രസ്സ് മാറ്റുന്നില്ലേ? അവൻ പേര് മാറ്റി അവനെ അനുഗ്രഹിച്ചു. ദൂതന്മാർ അവനെ എതിരേൽക്കാനായിട്ട് വന്നു. പെനിയലിന്റെ അനുഭവം ദൈവം കൊടുത്തു. അതിനുശേഷം ഒത്തിരി മർമ്മങ്ങൾ. അതിനുശേഷം അവൻ നമ്മൾ കണ്ടു, ആരെ കുറിച്ച് കണ്ടു? പത്രോസിനെ കുറിച്ച് കണ്ടു, അല്ലേ? അവൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു ഇറക്കി. അതുകൊണ്ടാണ് അവൻ ഈ ബൈബിൾ അത്ര അരച്ചു കുരിശ് പറയും. അതുകൊണ്ട് ആത്മസാന്നിധ്യത്തിന് ഞങ്ങൾ ഒരു ദിവസം പ്രാർത്ഥന പറയാനൊക്കെ ആത്മസാന്നിധ്യം ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ആത്മസാന്നിധ്യത്തിന്റെ അവൻ സ്വന്തം ചെയ്യുന്നു അനുഭവം നമ്മൾ പ്രാപിക്കണം. ഇല്ലെങ്കിൽ ഫലം കായ്ക്കില്ല. കാത്തിരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. ഇൻഫിനിങ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഇതില്ലെങ്കിൽ യു ക്യാൻ ബി എ മീഡിയോക്കർ ക്രിസ്ത്യൻ. മീഡിയോക്കർ ക്രിസ്ത്യനായിട്ട് പോകും. എപ്പോഴും നമുക്ക് കുറ്റബോധവും കണ്ണുനീരും കൊണ്ടുവരണം. പരിശുദ്ധാത്മാവ് കാണിക്കും. ഞാൻ ചെയ്യേണ്ടത് ചെയ്യാതെ വരുമ്പോൾ പരിശുദ്ധാത്മ കാണിക്കും. 3.5 വർഷം യേശുവിനോട് നടന്നു. റിസൺ ക്രൈസ്റ്റിനെ കണ്ടു. തോമാസ്ലിയ വേറിട്ട് കുത്തി നോക്കിയ പുള്ളിയ, അല്ലേ? അത് തൊട്ട് ഞാൻ പുറത്തല്ലേ വീണ്ടും പോയിട്ട് പത്രോസ് പറയും ഞാൻ മീൻ പിടിക്കാൻ എമ്മൗസിലോട്ട് പോയി അപ്പം നോക്കി കൊടുത്ത എല്ലാം അനുഭവിച്ചിട്ട് വന്ന പുള്ളികളാണ്. അതാ പരിശുദ്ധം പറയണം. ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് മീ, പാരാക്ലീറ്റ് ഹെൽപ്പർ. നീ ഒറ്റയ്ക്കാകുമ്പോൾ നിന്നെ കൊണ്ട് കഴിയാൻ വരുമ്പോൾ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നു. ഉഷവരാധന ഹോളി സ്പിരിറ്റിന് വേണ്ടി കൊതിച്ചു. അതാ ഇന്ന് ദൂത് വന്നപ്പോൾ എന്റെ ഹൃദയം നിനക്കായി ദാഹിക്കുന്നു. അതാ പാടിയപ്പോൾ അവൻ സ്വന്തം ചെയ്യുന്നു. ആ വരികൾ കുസുമൾക്ക് കൊടുത്തെങ്കിലും ആത്മനദി എനിക്ക് ഒഴുക്കി എന്തിന്? എന്റെ ദാഹം ശമിപ്പിപ്പാൻ. അവൻ യഹോവ ഇരേ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം ഓൾറെഡി കരുതിയിരിക്കുക. നിന്റെ ദാഹം തീർക്കാൻ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുക. മാത്രമല്ല അവൻ തന്നെ ജീവന്റെ അപ്പമായി അവൻ നിനക്ക് വേണ്ടി മാറിയിരിക്കുക. അവനെ ഭക്ഷിച്ച് ബലം പറ. എന്നെ തിന്നുന്നവൻ എന്മൂലം എന്ത് ചെയ്യും? ജീവിക്കുക. അതൊക്കെ വായിക്കണം, സമയമില്ല. അവനെ പറഞ്ഞു വിടുക. അവൻ സ്വന്തം ചെയ്യുന്നു. എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തുന്നില്ല. ആഡിയോട് പരിശുദ്ധാത്മ പറയുന്ന വചനം അവിടെ കൊണ്ട് നിർത്തുന്നില്ല. പത്രോസിനോട് വീണ്ടും ഇറങ്ങി വന്നപ്പോ കിട്ടി, മീൻപിടുത്തം കിട്ടി. അതല്ല വിഷയം. 153 വല കയറാതെ കിട്ടി. അതല്ല വിഷയം. നീ ഇവരിലധികമായി പറഞ്ഞു. പോയി വായിക്കണം. പരിശുദ്ധ സംസാരിക്കും സമയമല്ല പറയാൻ. ഇവരിലധികമായി എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യാൻ വീണ്ടും ചോദിച്ചു. 3 വട്ടം ചോദിച്ചാൽ തുടങ്ങി. കർത്താവേ നീ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളത് ഒന്നായി വർക്ക് നിങ്ങളൊരു അത്ഭുത കുടുംബമാക്കും. മീഡിയൊക്കെ ചർച്ച കളിക്കാനല്ല. ഇന്ന് ആഡ് എഴുന്നേറ്റ് ഒന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫിലിപ്പോസുകൾ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്റെ ഉള്ള ആലോചിച്ചു. ഞാൻ എപ്പോഴും കർത്താവേ പത്തൻ വലിയ ചർച്ചയില് അവൻ സൺഡേ സ്കൂളിൽ അവൻ ഹെഡ് മാസ്റ്റർ ആയിട്ടുണ്ട്. ഇവിടുത്തെ ജോൺസന്റെ പള്ളിയിൽ ഞാൻ പോകുമ്പോൾ അവൻ അന്ന് എത്ര വീട്ടുകാരുണ്ട്? അന്ന് ജോൺസന്റെ പള്ളിയിൽ ഞാൻ വരുമ്പോ 98 അധികം ഉണ്ടായിരുന്നു എന്റെ ചിന്ത. 92. അപ്പം അത്ര അവിടുത്തെ 90-യിലല്ല. അത് ഞാൻ വരുന്ന നല്ല ആൾക്കാരുണ്ട്. ഒത്തിരി പേരുണ്ട്. അന്ന് VBS 70ക്ക് മുകളിൽ ഒന്ന്
അതിനുശേഷം ആ ചർച്ച ഒത്തിരി വർദ്ധിച്ചു. അങ്ങനെ അവിടെ ട്രസ്റ്റി ആയിട്ട്, സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട്, ഹെഡ്മാസ്റ്ററായിട്ട് ഇരുന്ന് സമൂഹത്തോട് ഇടപെട്ട ആൾക്കാരാണ്. ഇവിടെ നമ്മളെ ഒരിക്കലും എന്ന് പറഞ്ഞല്ല, ഈ ഇവിടുത്തെ ലാൻഡ് ഹോണിലെ പള്ളി വാങ്ങിയത് പ്രിയ ഫിലിപ്പോസിന്റെ വീട് വെച്ച്. ഹീസ് എ പ്രസിഡന്റ്, അച്ഛന്മാരൊക്കെ ഹീസ് എ പ്രസിഡന്റ് ആയിട്ട് ആ പള്ളി വാങ്ങി. അവിടെ ഇപ്പം എത്ര വീട്ടുകാർ, 100ഓളം വീട്ടുകാർ മേലായില്ലേ, മുകളിലായി. 100 ഫാമിലീസ്, പീപ്പിൾ അല്ല, ഫാമിലീസ്. അതോ വലിയ വലിയ വീട്ടുകാരിലുള്ള വലിയ വലിയ ചർച്ചയിൽ വന്നായിരിക്കും. എന്റെ എളുപ്പം സങ്കടപ്പെടുന്നു, ആരുമില്ലല്ലോ, എന്നിട്ടും വരുന്നല്ലോ. എന്നാൽ വന്നിരുന്നൊക്കെ സന്തോഷം പോകുന്നറിയാം, എന്നാലും എഴുന്നേറ്റൊന്ന് പറയും. അത് എനിക്ക് വലിയൊരു സങ്കടമാണ്. ആടി വന്നൊരു ഞാനിരിക്കുന്ന എങ്ങനെ പുള്ളിയും പറഞ്ഞതാ, ചർച്ച എന്ന് പറയുന്നത് എഡിഫൈഡ് ആണ്. ഒരു പാസ് എന്നൊന്നും പിടിയും കിട്ടിക്കൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ല. ഇന്നും പിടിയുള്ളൊന്നും ഭാരപ്പെടുമ്പോ എന്ത് ചെയ്യുന്നറിയാമോ? അങ്ങനെ ദൈവം അതാ ഞാനെപ്പോഴും പറയുന്നത്, എന്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു എഡിഫിക്കേഷൻ ഉണ്ടാക്കും. സഭായോഗം എന്ന് പറയുന്നത് നിങ്ങൾ പോയി பார்ക്കണം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പോയി വായിക്കണം. എന്താണ് സഭായോഗം? സഭായോഗങ്ങളെ ഉപേക്ഷിച്ച് ആത്മീക പത്നിയെ ചലഞ്ച് ചെയ്യുന്നതാ. ഇത് സഭകളിലില്ല. ഒരു ഭാഷ അവന്റെ ആധിപത്യത്തില്ല. അവൻ പറയുന്ന പോലെ അങ്ങനെയല്ല. ക്രിസ്തുവും ദൈവത്തിന്റെ ആത്മാവ് ചിട്ട വേണം, എല്ലാത്തിനും ഓർഗനൈസേഷൻ വേണം. അത് ആത്മാവ് വരുന്നിടത്ത് ഓർഗനൈസേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. കീഴ്പ്പെട്ടിട്ട് ഒരു ലീഡർ കാണും. പക്ഷെ എന്നാലും എല്ലാവരും ചേർന്ന് ആ ലീഡർ ഇന്ന് അനേക സഭയിലെ പാസ്റ്റർമാർ എന്തിയോ ഒരു വിശ്വാസം, ഇവന്റെ ഒക്കെ ആഗ്രഹം എന്താ ചോദിച്ചാൽ അവന്റെ സഭയിൽ വിശ്വാസമാണ്. ഇത് ആ വിശ്വാസിയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ തുപ്പിയാലും അവൻ അടിച്ചാലും അവനെ എന്ത് ചെയ്യണം? എടുക്കണം. ആ സ്നേഹം കൊണ്ടല്ല. അവൻ പിണങ്ങിയ പിന്നെ അവനെതിരാ, പിന്നെ അവനെ വെട്ടിയ കുത്തുക, അടുത്ത ഗ്രൂപ്പ്. അതല്ല സഭ. യേശു പഠിപ്പിച്ചത് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 ആടിനെ ഇട്ടേച്ച് പോയെന്നാൽ അവനെ തോളിലെടുത്ത് അനുസരണം കെട്ടതിനെ തോളിലെടുത്തല്ലേ. ഇന്ന് പകൽക്കാലം സഭകളിലൊന്നും അത് കാണുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നിഷ്കളമായി ഒത്തിരി അളക്കപ്പെടുന്ന ആൾക്കൂട്ടിലും ചെറുത, എന്നിട്ട് എഡിഫൈഡ് ആയിട്ട് അടുത്ത് നിങ്ങൾ പോകണം. ദൈവം അയക്കുന്നിടത്ത് പോയി ഗ്രോ ചെയ്യണം എന്നുമെന്ന്. അതുകൊണ്ടാ മാറി വരുമ്പോൾ ഒരു ജീവനാണെന്നേ, അവിടെ ഉടച്ചിലുണ്ടെന്നേ, ഒരു കരച്ചിലുണ്ടെന്നേ, തൂതുകൾ പ്രകാശിക്കുമെന്നേ. അതുകൊണ്ടാ അവൻ സ്വന്തം ചെയ്യുന്നു. യവനക്കാർ you have to be active, come into the presence. നിന്നെ രക്ഷിച്ചത് അവൻ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലോട്ട് കൊണ്ടുവന്നത് അവൻ യൂസ്ലെസ് ആയിട്ടിരിക്കാനല്ല. Be fruitful. നീ അല്പത്തിൽ വിശ്വസ്തനായാൽ ദൈവം നിന്നെ അധികത്തിൽ വിചാരകനാക്കും. അവൻ അത്രയ്ക്ക് ടാലന്റും ഗ്രേസുമാ ധനവന്റെ മേലൊക്കെ ദൈവം പറഞ്ഞേക്കുന്നത്. നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്ന എല്ലാവരുടെ മേലെ അനോയിന്റിങ് ഞാൻ നോക്കുമ്പോൾ ഈ നഗരത്തിൽ വേറെ ആരും ഇല്ലേലും ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് പോയ ഈ രാജ്യത്തെ ഇളക്കി മറിക്കാൻ പറ്റും. അത് പക്ഷെ നീ വ്യാപാരം ചെയ്യണം. ഗീവ് യുവർ സെൽഫ് ആൻഡ് മേക്ക് അവൈലബിൾ യുവർ സെൽഫ്. നിന്നിലുള്ള ഗ്രേസ്. ഇഫ് യു ഹാവ് കം ആൻഡ് ടെസ്റ്റിഫൈഡ് സംതിങ്, പീപ്പിൾ ഹാവ് ബീൻ ടച്ച്ഡ് ആൻഡ് ബ്ലെസ്ഡ്. അത്ര ഗ്രേസ് വന്നിട്ടുണ്ട്. അനുഭവങ്ങൾ, എക്സ്പീരിയൻസസ് ഡീപ് ഡൗണിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പങ്കുവെക്കുമ്പോൾ തളർന്നവർ ജീവൻ പ്രാപിക്കും. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു വാക്യം വായിക്കാം. 4-ാം അധ്യായത്തിലോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം. കഴിഞ്ഞ ചൊവ്വാഴ്ച എന്ന് പറയണമെന്ന് ചോദിക്കുന്നതാണ്. അച്ഛൻ്റെ കുഞ്ഞെല്ലാം ദൂരെ വരുന്നെന്ന് പറഞ്ഞു. അന്ന് ഈ പാട്ടുകളൊക്കെ നിങ്ങൾ പറഞ്ഞ് പ്ലാൻ ചെയ്ത് വരുന്നതല്ല അത്ഭുതം. അത് ആഡ്ലി പറഞ്ഞ പാട്ട്. ആ പാട്ടിനകത്ത് ആ ദുർനാറ്റിലൂടെ ഇത് പറഞ്ഞ പ്രസംഗിക്കുന്നത്. അതിനകത്ത് സ്വന്തം ചെയ്യുന്നു. ഏതായിരുന്നു ലാസ്റ്റ് പാടി സ്വർഗീയ പിതാവേ അവിടെ പറയുന്നുണ്ട് വേല തികയ്ക്കുന്നത്. അപ്പോൾ ആ ദൂത് ഇന്ന് ഈ പാട്ട് യഹോവ ഇരേ എന്നുള്ള പാട്ട് ചിന്തിച്ചിട്ട് പോലുമില്ല. കലവെടുത്ത സംഘത്തിനുണ്ട് ക്രിസ്ത്യൻ പറഞ്ഞു. പക്ഷെ ആ പാട്ട് വരുമ്പോൾ സ്വന്തം ചെയ്യുന്നു അല്ലാണ്ട്. അപ്പൊ അതിൽ നിന്നറിയാം ഹീസ് നോ മിഡ്സ്റ്റ്. കാരണം കർത്താവൻ നമ്മുടെ സംഘടന, കർത്താവ് റിയൽ ആയിട്ടുള്ള ആരാധന ഇഷ്ടം. സൂപ്പർഫിഷ്യൽ റിയൽ ആയിട്ട് ബ്രോക്കൺ ആയിട്ട് ഒന്ന് ആരാധിക്കാൻ അനുഗ്രഹമാണ്. വായിച്ചാട്ടെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 31 മുതൽ 38 വരെ. ഇന്ന് പകൽ ഇത് വലിയ മർമ്മമാണ്. ദൈവജനം ഏറ്റെടുക്കേണ്ടതാണ്. സ്വപ്നം ചെയ്യുന്നു. എനിക്ക് വിശദീകരിച്ച് പ്രസംഗിക്കാൻ സമയമില്ല. വായിച്ച് വിട്ടിട്ട് പ്രാർത്ഥിക്കാനേ സമയമുള്ളൂ. സ്വപ്നം 1:31 മുതൽ 38 വരെ വായിച്ചാൽ. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട് റബ്ബി ഭക്ഷിച്ചാൽ ശ്രദ്ധിക്കണം. എല്ലായിടത്തും തീറ്റിയല്ലേ, കഴിച്ചാലും അല്ലേ. ശ്രദ്ധിച്ചോളാം. ഞാൻ ഇതിനകത്ത് ആമോസിനകത്തും ഒത്തിരി ഉണ്ട്. വജ്രം എന്ന് പറഞ്ഞ എന്റെ ദൈവമേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും,
ഈ അല്പാൽപവനങ്ങളിൽ വചനത്തിനകത്ത് നമ്മളൊന്നും വായിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ വചനം കൊണ്ട് അങ്ങ് നിറയ്ക്കും. ഇന്ന് രാവിലെ അല്പം നേരം ഇരുന്നു നിറച്ചു കഴിഞ്ഞാൽ സമയമില്ല പറഞ്ഞു തീർക്കാം. മാറട്ടെ. അപ്പൊ ഭക്ഷിച്ചാലും ശിഷ്യന്മാരോട് പറയാ, റബി, ഗുരു. സിറ്റി പോയി ടൗണിൽ പോയി അവര് ആരും വിളിച്ചിട്ട് വരുക. ആർക്ക് കൊടുക്കാനാ? പുത്തനും തളർന്നു, പുത്തനും വിശന്നു, അല്ലേ? പുത്തനും വിശന്നു. സാക്ഷാൽ ദൈവമാണേലും വിശപ്പുണ്ടാകും, സാക്ഷാൽ ദൈവമാണേലും തളർച്ചയുണ്ടാകും. പൂർണ്ണ മനുഷ്യനായി താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇതൊക്കെ വലിയ മർമ്മങ്ങൾ, അങ്ങോട്ട് പോകാൻ സമയമൊന്നുമില്ല. അവനും തളർന്നിരുന്നു. ഒരു ചുവട് പോലും മുമ്പോട്ട് വെക്കാൻ കഴിയാതെ അവൻ സ്വന്തം ചെയ്യുന്നു. സുക്കോത്തന പട്ടണത്തിലുള്ള കിണറ്റിനരികിൽ അവൻ തളർന്നിരുന്നു. ക്ഷീണിച്ചു, റബി ക്ഷീണിച്ചു. അവനാണ് ലീഡ് ചെയ്യേണ്ടത്. ലീഡ് ചെയ്യുന്ന എന്ത് ചെയ്തു? ഒന്നും കഴിച്ചു വരാത്ത, എന്നാൽ കയ്യിലുള്ള പൈസ അപ്പം പോയി. കുറച്ച് പക്ഷേ യൂതായിരിക്കും, എന്നാൽ ഉള്ള പൈസ നമുക്ക് പോയി എന്ത് മേടിച്ചോണ്ട് വരാം. പുള്ളി കഴിക്കാൻ മുമ്പിട്ട് ഓടി അവർ പോയി പട്ടണത്തിലുണ്ട്. അപ്പൊ ഈശോ അവിടെ ഇരുന്ന് നമുക്കറിയാം, അല്ലേ? ശമരിക്കാരി സ്ത്രീയുടെ കഥ, അല്ലേ? നട്ടുച്ച നേരത്ത് അവൻ കിണറിന്റെ തീരത്ത് അവൻ വെള്ളത്തിനായിട്ട് അവൻ അപ്പോൾ അവർ വന്നു, അവളെ സുവിശേഷത്താൽ നിറച്ചു, അല്ലേ? അത് ആ യേശു പറയുന്ന സുവിശേഷമൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ കണ്ണുകളിലിപ്പോ കുറ്റവ പോയിന്റിങ് ഫിംഗർ അല്ല, നീ ചെയ്യുന്ന തെറ്റിനെയല്ല. കൺസിസ്റ്റന്റിലൊക്കെയും തെരുവിലൊക്കെയും സുവിശേഷം അതുപോലെ ആകണം. അവളെ സപ്പോർട്ട് ചെയ്തല്ലേ നീ പറഞ്ഞത്. ആദ്യം പറഞ്ഞു യഹൂദൻ എന്ന് പറഞ്ഞ് തുടങ്ങിയ അവളുടെ ദർശനം അവസാനം എവിടെയാ എത്തി? മിശിഹായില്. മിശിഹയെ കണ്ടതും പിന്നെ അവിടെ ദാഹം മറന്നു, അവിടെ വിശപ്പ് മറന്നു, എല്ലാം മറന്നിട്ട് കൊടോ ഇട്ട് കടന്നു ഓട്ടോ അങ്ങോട്ടാ നേരെ അവിടെ പട്ടണത്തിലുണ്ട്. അപ്പോഴത്തേക്ക് ഈശോയുടെ വിശപ്പ് എന്ത് ചെയ്തു? അപ്പോഴാണ് ഇവർ അപ്പവുമായിട്ട് വരിക. അവര് ഞാൻ ഇതുവരെ ഞങ്ങൾ ഉപദേശിച്ച യേശുവല്ലേ, അത്ഭുതം ചെയ്ത യേശുവല്ലേ, ആ യേശു ഞങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള കൊതിയോടുകൂടി അവര് വരുന്നതല്ലേ തളർന്ന ഗുരുവിനെ സഹായിക്കാൻ. വായിച്ചോ അടുത്തത്. അതിനവൻ നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ നിങ്ങളറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിപ്പാനുള്ള പകരമിരിക്കുമ്പോ ഡോട്ട് അല്ലെ, ഐയും ടിയും ഒക്കെ ഒന്ന് ഡോട്ട് ചെയ്ത് ക്രോസ് ചെയ്തോളും. എല്ലാവരോടുള്ള ദൂത് ഉഷടബല കടകരസ്യ പറഞ്ഞ് വിശദീകരിക്കാൻ പോയി നമ്മൾ വീട്ടിൽ പോകാൻ പറ്റില്ല. ഡോട്ട് ചെയ്ത് എന്താ പറയാ, നിങ്ങളറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട്. അടുത്ത വാക്യം, ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുപോകുന്നു എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ വിചാരത്തിൽ പിടിയോ നല്ല പൊറോട്ടയോ അല്ലെങ്കിൽ നല്ല ചോറോ കൂട്ടാനോ കഴിച്ചാലേ വിശപ്പ് തീരത്തുള്ളൂ എന്ന് അവരുടെ അറിവ്. അവര് വിചാരിച്ചു ആരെങ്കിലും കൊണ്ട് കൊടുത്തു പകൽക്കാലം നിങ്ങൾ അറിയാത്തൊരു ആഹാരമുണ്ട് കേട്ടോ. വായിച്ചോ അടുത്തത്. യേശു അവനോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇന്ന് പകൽക്കാലം ഓർത്തോണം, നിങ്ങൾ അപ്പന്റെ അമ്മയുടെ ഇഷ്ടത്താൽ ഉണ്ടായവരല്ല. ഇവിടെ സാക്ഷ്യം പറയാൻ പോകുമ്പോൾ ഒത്തിരി പേരുണ്ട്. കൃഷ്ണമോൻ ജനിച്ചപ്പോൾ പല ഫ്രൂട്ടോട് ജനിച്ചു. ഞാനും ക്രിസ്തുസിനെ ആഗ്രഹിച്ചുകൊണ്ട് വന്നതല്ല. അവൻ ഡെനവിന്റെ സാക്ഷ്യം അപ്പനും അമ്മയും പറയാൻ നോക്കി കഴിഞ്ഞാൽ പറയും അവനെ കിട്ടുമോന്നോ അമ്മയെ കിട്ടുമോന്ന് പോലും അറിയത്തില്ല. കുഞ്ഞിനെ വേണോ അമ്മയെ വേണോ എന്നുള്ള സാഹചര്യത്തിൽ വളരെ ഭാരപ്പെട്ട് അവൻ സ്വതന്ത്രം ചെയ്യുന്നു. ആശുപത്രിയിൽ പോകുന്ന വഴികളെ കുറിച്ച് അപ്പനോടൊന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് സ്നാനപ്പെടുന്ന സമയത്ത് അവൻ സ്വതന്ത്രം ചെയ്യുന്നു. നിന്നെ അപ്പനും അമ്മയും ഉണ്ടാക്കിക്കൊണ്ടൊന്നല്ല, അയച്ചൊരുത്തനുണ്ട്. നിന്നെ അയച്ചൊരുത്തൻ ഡോക്ടറാണ്, ഞാനാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഫിലിപ്പോസങ്കിലാണെങ്കിലും പപ്പയാണെങ്കിലും പ്രാരംഭ പപ്പായാണെങ്കിലും അയച്ചൊരുത്തനുണ്ട്. അയച്ചവനൊരു ഇഷ്ടമുണ്ട്. നിന്റെ വഴിയല്ല യഹോവയുടെ വഴികൾ, നിന്റെ വിചാരങ്ങളല്ല യഹോവയുടെ വിചാരങ്ങൾ. നിന്റെ വഴികളെക്കാളും വിചാരങ്ങളെക്കാളും യഹോവയുടെ വഴി വിചാരങ്ങളും. ഇന്ന് പകൽ അവന്റെ വഴികൾ തിരിച്ചറിയാൻ പരിശുദ്ധ ആത്മാവ് പറയുന്നു. അതുകൊണ്ട് പറ കർത്താവേ നിന്റെ വഴി എന്നെ കാണിക്കുന്നേ. അവൻ സ്വന്തമായി ചോദിച്ചത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്താണ് എന്റെ ആഹാരം? അയച്ചവന്റെ ഇഷ്ടം ചെയ്ത്, ഇഷ്ടം ചെയ്ത് വേല പ്രവൃത്തി തികയ്ക്കുന്നത്. തൃപ്തി വേണോ? മരിക്കുമ്പോൾ തൃപ്തിയോടെ മരിച്ചൊരുത്തനുണ്ട്, പൗലോസ്. നാളെ തല വെട്ടാൻ പോവാ. തിമോത്തിയോസിനെ എഴുത്തെഴുതുക. അവൻ സ്വന്തം ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി
ജീവൻ ഒഴിച്ചു കൊടുക്കാൻ തയ്യാറായി. ചക്രവർത്തിയുടെ വാൾ കണ്ണിന് മുമ്പാകെ കാണാം. തല ചാപ്പൽ തല വരച്ചു. ശ്രദ്ധിച്ചോടെ, നമ്മുടെയൊക്കെ വിചാരം വിടുതലല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന വിഷയം. അതുകൊണ്ട് എപ്പോഴും ബ്രോക്കൺ ആകല്ലേ. ചില കഷ്ടങ്ങൾ നാം തരും കർത്താവേ, ചോദ്യം ചെയ്യാതെ വാങ്ങി പാലിച്ച ധൈര്യവും ആനന്ദവും വേണം. ദാറ്റ് ഷുഡ് ബി എ ജോയ്. അന്നേരം നാളെ കൊല്ലപ്പെടാം. കർത്താവിന് വിടിപ്പാൻ ശക്തിയുണ്ടല്ലോ. പ്രാർത്ഥിക്കുന്ന എത്രയോ സഭയുണ്ട്. പത്രോസിനെ വിടുവിച്ചതല്ലേ. പക്ഷെ പൗലോസ് മനസ്സിലാക്കി കർത്താവിന്റെ ഇഷ്ടം. കർത്താവിന്റെ ഇഷ്ടത്തിന് ഈൽഡ് ചെയ്തതാണ് പ്രിയമുള്ളവരെ ദൈവത്തിന് പ്രസാദം. അപ്പോഴത്തേക്ക് മനസ്സിലായി പാനീയാഗമായി. അപ്പോഴത്തെ പുള്ളി പറയുക, അയ്യോ പ്രാർത്ഥിക്കണേ, ഇവര് പ്രാർത്ഥിക്കണേ. ഞാൻ നല്ല ഓട്ടം. ഇതൊരു ബോൾഡ്നെസ്സാ. അയച്ചവന്റെ ഇഷ്ടം ചെയ്തു. വേല സ്വന്തം ബുദ്ധിയുടെ പ്രമാണത്തിലും അറിവിന്റെ പ്രമാണത്തിലും പൗലോസ് ഓടിപ്പോകുമ്പോ പറയാ, ഹോളി സ്പിരിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു പോകണ്ട. അവൻ നിൽക്കും. അയച്ചവന്റെ ഇഷ്ടം ചെയ്തു. എന്നിട്ട് വിഷൻ കൊടുക്കുക. മക്കതോന്യക്കാരനാ പുരുഷൻ ഇല്ല, ഏഷ്യാമനോട് പോവാ, എന്റെ പ്ലാനുകളെല്ലാം ദൂരെ വലിച്ചെറിഞ്ഞിട്ട് അയച്ചവന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു. പോയപ്പോൾ നഗ്നത, അടി, പട്ടിണി, നാണക്കേട്, നിരാശയില്ല. അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ. അർദ്ധരാത്രി അപ്പോൾ അവർ പ്രാർത്ഥിച്ചു തുടങ്ങി. പൗലോസും ശീലാസും പ്രാർത്ഥന എന്തായിട്ട് മാറി. അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു പ്രത്യേകതയുണ്ട്. കുഞ്ഞ്, നിന്നോടുകൂടി ദിവസം നീ എത്ര തളർന്നാലും, എത്ര ഡിപ്രസീവ് സിറ്റുവേഷൻ നീ ആയാലും, നിന്റെ കാലും കൈയും എല്ലാം ആമത്തിലിട്ട് നഗ്നരായി നിന്നിട്ട് പൂട്ടിയിട്ടാലും, നാണം കെട്ട് തല കുനിച്ചാലും, മറ്റുള്ളവരെ നോക്കുമ്പോൾ അവനെല്ലാം ഒരു കുഴപ്പമില്ല, ദൈവമാസം അനുഗ്രഹിക്കപ്പെട്ടു, എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു, എല്ലാവരും ഉയർന്നു, നീ മാത്രം നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. വലിയ ധനികന്റെ മോനായിരുന്നു, കപ്പലുടമയുടെ മോനായിരുന്നു. ഇപ്പൊ നോക്കിയപ്പോ ഒരു പോലും പുതയ്ക്കാനില്ലാത്ത അവസ്ഥ. അവൻ സ്വന്തം ചെയ്യും. ചിലപ്പോൾ ദൈവം നിന്നെ അയക്കുന്ന വഴി ചില കഷ്ടങ്ങളെ താഴ്വരയാണെങ്കിലും ചോദ്യം ചെയ്യാതെ വാങ്ങി പാഞ്ഞിട്ട് കർത്താവേ, പ്രത്യാശയുടെ ഉള്ളിൽ നിന്റെ ഇഷ്ടം. അവൻ യേശു പറയാ, നിങ്ങൾക്കറിയാൻ കഴിയാത്തൊരു ആഹാരം. ഈ ആഹാരം കഴിച്ചാലേ ക്ഷീണമില്ല കേട്ടോ. യേശുവിന്റെ വിശപ്പും തളർച്ചയും പോയില്ലേ? വന്നപ്പോഴ് ഫുഡ് വേണ്ട, അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് വേല തികയ്ക്കുന്നതിന്റെ ആഹാരം എന്ന് പറഞ്ഞു വായിച്ചു. അടുത്തത് ഇത് 4 മാസം കഴിഞ്ഞിട്ട്, ഇതാണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്. യേശു അത് പറഞ്ഞുകൊണ്ട് പറയുക ശിഷ്യന്മാരോട്, ഇനിയും 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലേ? നിങ്ങൾ പറയും, നോക്കൂ, കൊയ്ത്ത് വരുന്നു. എല്ലാവരും പറയാ, വലിയ വേലയുണ്ട്. ഫിലദൽഫിയയിൽ വലിയ വേലയുണ്ട്. സാത്താന്റെ പള്ളിയിൽ നിന്ന് തന്നെ അനേകർ വന്ന് മുട്ടുമടക്കും. വലിയ വേലയുണ്ട് എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? അടുത്ത പറയും, ശ്രദ്ധിച്ചു. തലമുക്കി നോക്ക്. എന്നും നീ താഴോട്ട് ഭൂമിയെ നോക്ക്. തലമുക്കി നോക്ക്. നിന്റെ ചുറ്റും നീ പള്ളിയിൽ പോകുന്നുണ്ട്, ചൊവ്വാഴ്ച ബീച്ചിൽ കൊണ്ട് സിറ്റിക്ക് വേണ്ടി തലമുക്കി നോക്ക്. എന്ത് സംഭവം? നിലം ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്ത് വിളഞ്ഞു കിടക്കുക. അടുത്തത് കൊയ്യാൻ ആളില്ല. എല്ലാവർക്കും പ്രസംഗിക്കാൻ ഇഷ്ടമാ, എല്ലാവർക്കും സഭയിൽ പോയി ലീഡ് ചെയ്യാൻ ഇഷ്ടമാ. കൊയ്യാൻ ആളില്ല. വായിച്ചോ. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കും. ഇപ്പം നോക്കണം, അതിന് മുമ്പത്തെ വാക്യം വെച്ചോ. ഇപ്പോൾ തന്നെ വിളവ് വെളുത്തിരിക്കുന്നു. അടുത്ത വാക്യത്തെ വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം. നോക്കണം, വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച്. ഒരു കാര്യം ഓർത്തോണേ, കെൻസെന്ററിലൊക്കെയും ഒത്തിരി പേര് പോയിട്ട് വചനങ്ങൾ വിതച്ച് കാണിക്കണം. നമ്മൾ പോകാത്ത ഇതുവരെയുള്ള പോയിട്ടാത്ത ഭവനങ്ങളിൽ ആൾക്കാർ കയറി പ്രാർത്ഥിച്ച ഭവനങ്ങളായിരിക്കും. എന്നാൽ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുപോലെ സന്തോഷിക്കാൻ. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഫിലിപ്പോസങ്ങളിന് മുമ്പ് ഇവിടെ സ്വപ്നം ചെയ്യുന്ന ചച്ചക്കോളിൽ പോകുന്ന പ്രധാനദാസൻ പാസ്റ്റർ പേര് ഞാൻ മറന്നുപോയല്ലോ. ചച്ചക്കോളിലെ പാസ്റ്റർ ബൈബിൾ ക്ലാസ്സിൽ കൊണ്ടുവന്ന ജോണിക്കുട്ടി പി ജോൺ, അവരൊക്കെ എത്രയോ ഇൻവെസ്റ്റ് ചെയ്തു, വിതച്ചു. ഒരു സമയമായപ്പോൾ കൊയ്ത്ത്. ഒരു കൊയ്യുന്നവനും വിതയ്ക്കുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കും. ശ്രദ്ധിച്ചോണം, കൊയ്യുന്നവൻ എന്തോ ഉണ്ടെന്നറിയാമോ? നിത്യജീവനിലേക്ക് എന്തോ ഉണ്ട്? വിളവ് കൂട്ടിവെക്കും. കാരണം
കൊയ്ത്തിന്റെ യജമാനൻ കണക്ക് ചോദിക്കുമ്പോൾ കതിരെല്ലാം കൂട്ടി വിധി ഓതുന്നൊരു ദിവസമുണ്ട്. അന്ന് നിന്റെ തല ഉയർത്തുവാൻ ഇതാകുന്ന സുപ്രസാദകാലം, ഇതാകുന്ന രക്ഷാ ദിവസം വേലയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും, കൊയ്ത്തിന് വേണ്ടി ഏൽപ്പിച്ചു. അടുത്ത വാക്യം വായിച്ചോ. വിതയ്ക്കുന്നത് ഒരുത്തൻ കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ലിൽ ഇത് ഒത്തിരി. ശ്രദ്ധിച്ചോണം. വിതച്ചവൻ വേറൊരുത്തനായിരിക്കാം, പക്ഷെ ഇന്ന് നീ സമർപ്പിച്ച കൊയ്യുന്ന മറ്റൊരുത്തൻ. വായിച്ചോ അടുത്തത്. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. ശ്രദ്ധിക്ക്. പരിശുദ്ധമ്മ പറയുന്നു, നീ അധ്വാനിച്ചിട്ടില്ല, നീ ഒരു വിരല് പോലും അണക്കിട്ട, പക്ഷെ നീ പോ, കൊയ്യ. വലിയ വിളവ്. നീ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. 31 വായിച്ചോ. അടുത്തൊരു വാക്യം വായിച്ചോ. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞു. ഇനി ശ്രദ്ധിക്കണേ, കഴിച്ചു കഴിഞ്ഞു, വചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ഒരു ഓട്ടം ഓടിയതാ. അവിടെ ദാഹം മാറി, യേശുവിന്റെ വിശപ്പ് മാറി. കാരണം അവൾ യേശുവിനെ മെസ്സിയെ വിശ്വസിച്ചു. ഓർത്തോളം, ഞാൻ കൊയ്യാൻ ഇറങ്ങിയാൽ നടക്കുന്ന ഇമ്പാക്ട് നോക്കണം. അവൻ ഈശോ ആ പട്ടണത്തിൽ പോയി ഒന്നും ചെയ്തില്ല. ഈ സ്ത്രീ ഓട്ടം. ആദ്യത്തെ ഇവാഞ്ചലിസ്റ്റ് ആണ് അവൻ ഒറ്റ ഓട്ടം. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞൊരുത്തനെ കണ്ടു, ഒരു വേള അവൻ മെസ്സിയായിരിക്കുമോ വന്ന് കാണാനൊരു വിളി. ആ പട്ടണം മുഴുവനും ഇളകി. കാരണം ഇതുവരെ ഇവിടെ ജീവിതം അവർക്കെല്ലാം അറിയാം. ഇവിടെ ചിന്തിച്ച് കെൻസെന്റനിൽ ചിലർ ഇറങ്ങിപ്പോയി ചിലരെന്ന് വിളിച്ച, എന്റെ ദൈവമേ നഗരം ഇളകി വരത്തില്ലയോ? എന്റെ ദൈവത്തിന് എന്താ അസാധ്യം? കാരണം ജീവച്ഛവം പോലെ നടന്നവനെ ദൈവം ഓർത്താൽ ഈ നഗരത്തെ ഇളക്കാൻ എന്താ പ്രയാസം? ഹല്ലേലൂയ. വായിച്ചു അടുത്തത്. ഉടനെ ആ പട്ടണം മുഴുവൻ ഇളകി വന്നു. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. ആ ശമരിയ പട്ടണത്തിലുള്ള എല്ലാവരും വന്നിട്ട് പാർക്കണം അപേക്ഷിച്ചു. അടുത്തത്. 2 നാൾ അവിടെ പാർത്തു. അടുത്തത്. അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടാണ്. ഇനി നിന്റെ വാക്ക് വേണ്ട. സെൽഫ് റിലയന്റ് ആയി തന്നെ കുക്ക് ചെയ്യാൻ പഠിച്ചു. നിന്റെ വാക്ക് വേണ്ട. ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും കഥാ പറയാ. നോക്ക്, ഒരൊറ്റ ചെറിയ പ്രവൃത്തി ഒരു പട്ടണത്തെ മുഴുവനും കീഴ്മൻ മറിച്ചു. അതോർത്തോണെ തകർന്നൊരു വ്യക്തിയെ കൊണ്ട അങ്ങനെയെങ്കിൽ എത്രായിരം തകർന്നവർ ഈ നഗരത്തിലുണ്ട്. പ്രിയമുള്ളവര്, വേല എത്രയുണ്ട്. നമുക്ക് വഴക്കടിക്കാനോ പിണങ്ങാനോ പോരടിക്കാനോ ആരെ കുറ്റം പറയാനൊന്നും സമയമില്ല. നമ്മുടെ കുറവ് കണ്ട് ഏറ്റുപറഞ്ഞ് അല്ലവരോട് നിന്റെ അവസ്ഥ സമ്മതിച്ച് ഏറ്റുപറഞ്ഞിട്ട് നിന്നെ യഥാസ്ഥാനപ്പെടുത്തും ദൈവത്തിന് പ്രവർത്തിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ.